والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله مولانا العظيم. ബഹുമാനാദരവുള്ള അധ്യക്ഷനാവുള്ള എന്റെ ബഹുമാന്യനായ സഹപ്രവർത്തകർ, കുഞ്ഞാലക്കുട്ടേശി, ആദരവുള്ള ഈ മഹല്ലത്തിന്റെ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനി മാർഗത്തിലുള്ള ഈ ഒത്തുചേരൽ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, നാം ഇഷ്ടപ്പെട്ടവർ, മരിച്ചുപോയ സകലമായ പേരുടെയും കബറും അല്ലാഹു സ്വർഗ്ഗത്തിന്റെ തോട്ടാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഇരുവീട്ടിലും ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക പണ്ഡിത സഭയായ സംസ്ഥാന ജമിയത്തുൽ ഉലമയെ നെഞ്ചോട് ചേർത്ത് വെക്കുകയും ആദർശ പ്രബോധന പ്രവർത്തന രംഗത്ത് ചടുലമായി തന്നെ സമസ്തയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ കൊച്ചു മഹല്ലത്ത് എന്നത് അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഇന്ന് കാണുന്ന ഈ വിധത്തിലുള്ള ചൈതന്യം ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സംസ്ഥാന ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയെ ജീവനതുല്യം സ്നേഹിക്കുകയും അതിന്റെ പ്രചാരകരും പ്രബോധകരുമാകാൻ മുന്നോട്ട് വരികയും ചെയ്തുകൊണ്ടുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൂട്ടായ്മ അതുകൊണ്ടും പ്രശംസനാർഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. കാലികമായി നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാന വിഷയങ്ങൾ ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുക എന്ന ലക്ഷ്യം കൂടി ഈ സമ്മേളനത്തിലുണ്ട് എന്ന് സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. അതിലൊന്നാമത്തെ വിഷയം എന്റെ ബഹുമാന്യനായ സുഹൃത്തും വ്യാജമുടിയുടെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് രക്ഷപ്പെട്ട് സമസ്തയിൽ ചേർന്ന് അവരുടെ പ്രഗത്ഭനായ സംഘാടകമായ മുഹമ്മദ് രാമൻകളി ഇവിടെ തുടർന്ന് പറഞ്ഞാരംഭിക്കുകയുണ്ടായി. സംസ്ഥാന ജമിയത്തുൽ ഉലമ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു സത്യം, അല്ലാഹുവിന്റെ പ്രവാചക ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ വ്യാജമായി കൊണ്ടുവന്ന ആ കേസ് അത് വലിച്ചെറിയണമെന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് സമസ്തയുടെ സ്റ്റേജുകളിൽ വെച്ച് പറഞ്ഞപ്പോൾ അതിനെതിരെ ഏറ്റവും കൂടുതൽ കരുത്തോടുകൂടി പ്രതികരിച്ച വ്യക്തിയായിരുന്നു ഇപ്പോൾ നമ്മുടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് കടന്നുപോയ ബഹുമാന്യനായ എന്റെ സുഹൃത്ത് രാമൻകളി. അന്ന് അത്തരമൊരു ആരോപണം കേരളീയ സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ചപ്പോൾ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകർ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഓടി നടക്കുകയും അതിനുവേണ്ടി നൂറുകണക്കിന് വേദികളിൽ പ്രഭാഷണം നടത്തുകയും ചെയ്ത വ്യക്തി പിൽക്കാലത്ത് അവയെല്ലാം അർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്കിവിടെ സൂചിപ്പിക്കാൻ കഴിയും. മറുപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും
അല്ലാഹുവിന്റെ ഹിദായത്തുണ്ട് എങ്കിൽ സമസ്ത ജമിയത്തുൽ ഉലമ എന്ന ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടന്നു വരേണ്ട നിർബന്ധമായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ വേറോട് വാദിച്ച ആളുകളാണ് അത് കള്ളത്തരമാണെന്ന് ബോധ്യപ്പെട്ടത്. രാമന്തലിയെ പോലെ തന്നെ നൗഷാദ് ഹസനി, ഈ രണ്ടു പേരായിരുന്നു ഈ മേഖലയിൽ മറുപക്ഷത്തിനു വേണ്ടി വാദിക്കാൻ മുന്നിലുണ്ടായിരുന്നതെങ്കിൽ അവർ രണ്ടുപേരും സത്യം മനസ്സിലാക്കിക്കൊണ്ട് അബദ്ധങ്ങൾ തിരുത്തിക്കൊണ്ട് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ കടന്നു വന്നുവെങ്കിൽ ഇപ്പൊ അവസാനം ആരുമില്ലാത്ത ആ ശബ്ദത്തെ ഏറ്റെടുക്കാൻ ഒരു വഹാബ് സഖാഫിയിൽ ഒതുങ്ങിപ്പോയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കുമെങ്കിൽ വഹാബ് സഖാഫി അദ്ദേഹത്തിനും സത്യം മനസ്സിലാക്കിക്കൊണ്ട് സമസ്തയുടെ തീരത്തേക്ക് വന്നണയുന്ന കാലം അനധിവിദൂരമല്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം സമസ്ത ഹഖാണ്, അത് സത്യമാണ്. സമസ്ത ജമിയത്തുൽ ഉലമ നമുക്കറിയാം കേരളീയ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ നൽകിയ സന്ദേശം അത് സത്യമാണ്. സമസ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സമസ്ത എന്താണോ പറഞ്ഞത് അത് 100% ശരിയാണെന്ന് കേരളീയ പൊതുസമൂഹത്തിന് സാക്ഷ്യപ്പെടുത്താൻ കഴിയും വിധത്തിലുള്ള കഴിഞ്ഞുപോയ ഇന്നലകളിൽ അഭിമാനാർഹമായൊരു ചുറ്റുപാടാണ് സമസ്തയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ളത്. സമസ്ത ഇന്നേ വരെ ഒന്ന് തിരുത്തേണ്ടി വന്നിട്ടില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടോ അവിടെയൊക്കെയും കൃത്യമായും സ്പഷ്ടമായും വസ്തുതകൾ വിശദമായി പഠിച്ചും സമസ്ത സമൂഹത്തിന് മുന്നിലേക്ക് വെച്ച മെസ്സേജുകൾ അല്ലെങ്കിൽ സമസ്തയുടെ പ്രതികരണങ്ങൾ 100% ശരിയാണെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. ഇതാ മുടിയും 100% സമസ്ത പറഞ്ഞത് ശരിയാണ് എന്ന് കാലം തെളിച്ചു. അതിന്റെ അനുരണനങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ സമസ്തയുടെ മുന്നേറ്റത്തിന്റെ പ്രധാന കാരണം എന്താണെന്നറിയുമോ? അത് ആത്മീയതയാണ്. സംസ്ഥയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ആത്മീയതയാണ്. അത് വ്യാപാരമല്ല, കച്ചവടമല്ല. സംസ്ഥയുടെ കഴിഞ്ഞുപോയ ഇന്നലകൾ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. 55 വർഷമായി കേരളത്തിൽ സജീവമായി മുസ്ലിം ഉമ്മത്തിന് മതബോധം പകർന്നു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത ജമിയത്തുൽ ഉലമയുടെ കഴിഞ്ഞുപോയ 19 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ അജണ്ടകൾ നമ്മളൊന്ന് പഠിച്ചാൽ അവിടെ ഒന്നിൽ പോലും ഭൗതികമായ കാര്യം കാണാൻ കഴിയില്ല. സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിത സഭയുടെ മുശാവറയുണ്ട്. ആ മുശാവറ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രാമാണികരായ 40 പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഭരണതയപ്പ സഭയാണ്. ആ മുശാവറയിൽ എത്തിച്ചേരുക എന്നത് വളരെ സാഹസപ്പെട്ട കാര്യമാണ്. ആ മുശാവറയിൽ ഒരു അംഗമാകണമെങ്കിൽ സമസ്ത ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിതസഭയുടെ പരമോന്നത ബോഡിയായ സമസ്ത മുശാവറയിൽ അംഗമാകണമെങ്കിൽ അതിന് ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ കൃത്യമായി പാലിച്ചവർ കൃത്യമായ പരീക്ഷണത്തിലൂടെ, കൃത്യമായ നിരീക്ഷണത്തിലൂടെ, കൃത്യമായ പരിശോധനയിലൂടെ ആ യോഗ്യതകൾ പൂർണ്ണമായും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് സമസ്ത ജമിയത്തുൽ ഉലമയുടെ മുശാവറയിൽ 40 അംഗങ്ങളായിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ അത് വസ്തുനിഷ്ഠമായി പഠിച്ച് ചിന്തിച്ചാലോചിച്ചുകൊണ്ടാണ് സമൂഹത്തോട് പറയാറുള്ളത്. ഒരു പക്ഷേ സമസ്ത പെട്ടെന്ന് പറയില്ല. നമുക്കറിയാം, ചില തരീഖത്തുകളുടെ വിഷയമൊക്കെ വന്നപ്പോ സമസ്ത വിശദമായി പഠിച്ച് അല്പമൊന്ന് വൈകിയാലും സമസ്ത ഒരു കാര്യം പറഞ്ഞാൽ അതിന് പിന്നെ തിരുത്തേണ്ട സാഹചര്യമുണ്ടായിട്ടില്ല. സമസ്തയുടെ ഈ ആത്മീയത, സമസ്തയുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഇതൊക്കറിയാം. മുശാവറ കൂടുന്നു ഓരോ മാസത്തിലും. ആ മുശാവറ കൂടുമ്പോ ആ മുശാവറയിൽ നിൽക്കുന്ന അജണ്ടയുണ്ട്. ആ അജണ്ടയിൽ ഒരു അജണ്ടയിൽ പോലും അല്ലെങ്കിൽ ഒരു കാര്യപരിപാടിയിൽ പോലും ഭൗതികമായ കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അവയിൽ പറയാറുള്ളതൊക്കെയും ആത്മീയമായ കാര്യങ്ങളാണ്, മതകീയമായ കാര്യങ്ങളാണ്. ഭൗതികമായ എന്തെങ്കിലും വന്ന് സമസ്ത ജമിയത്തുൽ ഉലമയുടെ അജണ്ടയിൽ ഇന്നലകളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുടി കൊണ്ടുവന്ന ആളുകൾ മുശാവറയുടെ അജണ്ട എടുത്ത് പരിശോധിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുക തൊട്ടടുത്ത ഔഷധത്തിന്റെ 10 ഏക്കർ ഭൂമി എങ്ങനെ വാങ്ങാൻ പറ്റും. ഒരു പക്ഷേ അജണ്ടയിൽ അതാ നമുക്ക് കാണാൻ കഴിയുക. ത്രേസി എന്ന ചേച്ചിയുടെ
നോളേജ് സിറ്റിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ത്രേസ്യാമ്മ ചേട്ടത്തിയുടെ 5 ഏക്കർ ഭൂമി എങ്ങനെ വാങ്ങാൻ പറ്റും എന്നതായിരിക്കും ഇവരുടെ മുഷാവറയുടെ അജണ്ടയിൽ ഉണ്ടാവുക. കാരണം അവർ ശ്രദ്ധിച്ചിടത്തോളം അത് വ്യാപാരമാണ്, കച്ചവടമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനം എന്നത് കച്ചവടമായി കണ്ട ആളുകളാണ് കാന്തപുരത്തിലെ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് അവർ അപജയം നേരിടുന്നത്. എന്തേ നിങ്ങൾക്ക് പരാജയം നേരിടാനുള്ള പ്രധാനപ്പെട്ട കാരണം ആത്മീയതയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീനീ പ്രവർത്തനം എന്ന് പറയുന്നത് ഭൗതിക താൽപര്യമാണ്. ആ ഭൗതിക താൽപര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നിങ്ങൾ. എന്നാൽ സംസ്ഥാന ജമിയത്തുൽ ഉലമ നിങ്ങൾ നോക്കൂ, ഭൗതികമായ കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അതിലെ മുഖ്യ അജണ്ട പരലോകമാണ്, ആഖിറമാണ്. അതാ നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കാന്തപുരത്തിന്റെ ആളുകളും കാന്തപുരത്തിന്റെ സംഘടനയും സമസ്ത ജമിയത്തുൽ ഉലമയും നമ്മൾ താരതമ്യ പഠനത്തിൽ വിധേയമാക്കുമ്പോൾ അവിടെ നമുക്ക് ഒന്നാമതായി കാണാൻ കഴിയുന്നത് സമസ്തയുടെ അജണ്ട എന്ന് പറയുന്നത് പരലോകമാണ്, ആഖിറമാണ്. കാന്തപുരത്തിന്റെ അജണ്ട എപ്പോഴും ഭൗതികമാണ്. നമുക്കറിയാമല്ലോ, ഏതേത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കി. ഇന്ന് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കോഴിക്കോട് ഒരു ഓഫീസ് പുതുതായി വരുന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ പുതുതായ ഒരു ഓഫീസ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു സപ്ലിമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. എന്റെ സുഹൃത്ത് രാമന്തളിയുടെ കയ്യിലുണ്ടായിരുന്നു. രാമന്തളി തൊട്ടടുത്ത് തച്ചമ്മയിൽ ഒരു പരിപാടിക്ക് പോകാതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സപ്ലിമെന്റ് അദ്ദേഹം കയ്യിൽ വെച്ച് കൊണ്ടുപോയി. ആ സപ്ലിമെന്റ് ഒരു ആവർത്തി വായിച്ചാൽ മതി. അവിടെ പറയുന്നത് മുഴുവനും കച്ചവടത്തെക്കുറിച്ചുകൊണ്ടാണ്, വ്യാപാരത്തെക്കുറിച്ചുകൊണ്ടാണ്. ഒരു മതസംഘടന പുറത്തിറക്കുന്ന സപ്ലിമെന്റിൽ അവിടെ പറയുന്നത് സ്വർഗമല്ല, നരകമല്ല. അവിടെ പറയുന്നത് നഗരത്തെക്കുറിച്ചുകൊണ്ടാണ്, നരകത്തെക്കുറിച്ചല്ല. അതിൽ മുഴുവനും പറയുന്ന സപ്ലിമെന്റ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ വിശദമായി പരാമർശിക്കുന്നത് നഗരത്തെക്കുറിച്ചാണ്, നരകത്തെക്കുറിച്ചല്ല, നഗരത്തെക്കുറിച്ച്. അത് വ്യാപാരമാണ്, കച്ചവടമാണ്. നമുക്കറിയാമല്ലോ നോളജ് സിറ്റി. ആ നോളജ് സിറ്റിയിൽ നമ്മൾ പോയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തലക്കെട്ട് കെട്ടിയ മുസ്ലിയാമാർ ബ്രോക്കർമാരുടെ വേഷത്തിൽ ഈ പറഞ്ഞ കൈതവയിലിൽ ഓടി നടക്കുന്ന കാഴ്ച ഇപ്പൊ പോയാലും നമുക്ക് കാണാൻ കഴിയും. ഏത് അർദ്ധരാത്രി ചെന്നാലും തലക്കെട്ട് കെട്ടിയ മുസ്ലിയാമാർ ആ അങ്ങാടിയിൽ കൈതപ്പുഴയിലും പറഞ്ഞ പ്രദേശത്ത് ബ്രോക്കർ കച്ചവടം നടത്തുന്ന മുസ്ലിയാന്മാരായി മാറിപ്പോയി എന്ന് വന്നാൽ ഇതിനേക്കാൾ ഉപരി സമുദായത്തിന് ഒരു അപമാനം എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അത് ഭൗതികതയാണ്, ഇത് ആത്മീയതയാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഇവരുടെയൊക്കെ സ്റ്റേജുകളിൽ ഇവരുടെ ഉസ്താദുമാരെ കുറിച്ചൊന്ന് പറയുമ്പോൾ അവർ വല്ലാതെ പോലീസിയായി പറയാറുള്ളത് എന്താ? ഉസ്താദിന്റെ കാറിന്റെ വലിപ്പം, ഉസ്താദിന്റെ കാറിന്റെ ഫാൻസി നമ്പർ, ഉസ്താദിന്റെ കാറിന്റെ ഉള്ളിൽ സൗകര്യങ്ങൾ. സ്റ്റേജിൽ എത്തിക്കൊണ്ട് ഇവർ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവർ പറയാറുള്ളത് ഉസ്താദിന്റെ ആകാര സൗഷ്ഠവം, ഉസ്താദ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ വെണ്മ, ഉസ്താദ് ധരിക്കുന്ന ഡ്രസ്സിന്റെ വെണ്മ, ഉസ്താദ് സഞ്ചരിക്കുന്ന കാറിന്റെ വലിപ്പം, ഉസ്താദ് സഞ്ചരിക്കുന്ന കാറിന്റെ ഫാൻസി നമ്പറും, കാറിനകത്തുള്ള സൗകര്യത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അബ്ദുൽഹമീദിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു മോശക്കാരായിക്കൊണ്ട് ചിത്രീകരിക്കാറുള്ളത് ഇത്തരം കാര്യങ്ങളെ വെച്ചുകൊണ്ട്. ഞാൻ ഓർത്തു പോവുകയാണ്, ഏതാനും വർഷങ്ങൾ 5-8 വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥയിലേക്ക് കടന്നു വന്ന ഹസൻ സഖഫി പൂക്കോട്ടൂർ ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം കാന്തപുരം വിഭാഗത്തിലുള്ള സമയത്താണ് സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ അവരോധിതനാവുകയും ആ സമയത്ത് ഈ പറഞ്ഞ ഹസൻ സഖാഫി കാന്തപുരം വിഭാഗത്തോടൊപ്പമാണുള്ളത്. പൂക്കോട്ടൂർ അങ്ങാടിയിൽ ആദ്യമായി ചെറുശ്ശേരി ഉസ്താദിന് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. ചെറുശ്ശേരി ഉസ്താദിന് ഒരു സ്വീകരണം കൊടുക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടിയ പ്രൗഢമായ വേദി. ആ സ്വീകരണ വേദിയിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇന്നത്തെ വേദിയിലെ വിശിഷ്ടാതിഥിയാകുന്ന സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഹസൻ സഖാഫി പറയുന്നു, ഞങ്ങളും കാത്തിരിക്കുക, അദ്ദേഹം വരുന്നത് ഞങ്ങൾ അങ്ങ് മാറി നിന്നുകൊണ്ട് കാത്തിരിക്കുകയാണ്. അതാ വരുന്നു. ആരാണ് വരുന്നത്? സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി. ഏത് വാഹനത്തിലാണ് വരുന്നത്? ഒരു ഓട്ടോറിക്ഷയിൽ. കൊണ്ടോട്ടിയിൽ നിന്നുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിലാണ് സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സ്വീകരണം ഏറ്റുവാങ്ങാൻ വേണ്ടി പൂക്കോട്ടിലേക്ക് വരുന്നത്. ഞങ്ങളാകെ ചിരിച്ചുപോയി എന്ന് അന്ന് ഹസൻ സഖാഫി പ്രസ്ഥാനത്തിലുള്ള സമയത്ത് പറഞ്ഞ് ഇങ്ങനെ ഓർക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാറിന്റെ വലിപ്പമല്ല പ്രശ്നം, കെട്ടിടത്തിന്റെ വലിപ്പമല്ല പ്രശ്നം, ഫാൻസി നമ്പർ അല്ല വിഷയം. സമത്വവും ആ പ്രസ്ഥാനം തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ഇത് ആത്മീയതയാണ്. നമ്മളവിടെ പദം വെച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യന്
മഹാനായ മർഹൂം കാളമ്പാടി ഉസ്താദ് അവர்கள் അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹാനായ കാളമ്പാടി ഉസ്താദ് നമ്മളവിടെ അഭിമാനത്തോടുകൂടി വെക്കുന്ന ഒരു കാര്യം നമുക്ക് ഉറപ്പായി പറയാൻ കഴിയും. കാളമ്പാടി ഉസ്താദ് ജീവിച്ചിരുന്ന സമയത്ത് ഉസ്താദിന്റെ ലോമത്തിന്റെ ഒരു കഷ്ണം, ആ കഷ്ണം ഒരു തുലാസിലും ഈ പറഞ്ഞ കാന്തപുരം വിഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും മറുതുലാസിലും ഇട്ടാൽ മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ ലോമത്തിന്റെ ഒരു പീസായിരിക്കും ഭൂമിക എന്ന കാര്യത്തിൽ നമ്മെ സംബന്ധിച്ച ശേഷം നമുക്ക് സംശയമില്ല. എന്താണ് അത്? ആത്മീയതയാണ്. അത് ആത്മീയതയാണ്, ഭൗതികതയല്ല. ഇവയുടെ പുറകെ പോയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഉസ്താദിന് ധാരാളം സമ്പാദിക്കാൻ കഴിയുമായിരുന്നു. നമുക്കറിയാമല്ലോ ഫക്കീറായി മനുഷ്യനുള്ള ആ വലിയ മനുഷ്യൻ. ഇത് നമ്മൾ പോകണം. മഹാനായ കാളമ്പാടി ഉസ്താദ് മരിച്ചപ്പോ ഉസ്താദിന്റെ മയ്യത്ത് ജാമിഅ നൂരിയ അറബി കോളേജിൽ നിന്നുകൊണ്ട് നേരെ കൊണ്ടുവന്നത് കോട്ടുമല കോംപ്ലക്സ് പൊതുദർശനത്തിന് വെക്കുന്നതിന് മുമ്പ് നേരെ കൊണ്ടുവന്നത് ഉസ്താദിന്റെ വീട്ടിലേക്കായിരുന്നു. ഉസ്താദിന്റെ വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവന്ന ആയിരക്കണക്കിന് ആളുകളെ മയ്യത്ത് കാണാൻ വേണ്ടി കാളമ്പാടിയിലെ ഉസ്താദിന്റെ വീട്ടിലേക്ക് വന്നു. ഒഴുകിയെത്തി ഓരോ കണ്ണുകളും നിറഞ്ഞു കടക്കുകയായിരുന്നു. നിറഞ്ഞുവന്ന കണ്ണുകളോട് കൂടിയാണ് അവിടെ നിന്നുകൊണ്ട് പലരും തിരിച്ചു പോകുന്നത്. മുഴുവൻ ആളുകളുടെയും കണ്ണ് നിറഞ്ഞൊഴുകി. ഉസ്താദ് മരിച്ചതിൽ ആരുമില്ല സങ്കടം. അതിനേക്കാൾ ഉപരി കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ 75 ലക്ഷം ആളുകൾ അണിനിരന്ന കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ 90% ആളുകൾ അണിനിരന്ന സമത്തോല ജംഇയ്യത്തുലമായ നന്ദിയുടെ സഭയുടെ പരമാധികാര സ്ഥാനത്ത് നിൽക്കുന്ന ആദരണീയനായ ഉസ്താദിന്റെ വീടിന്റെ ദയനീയമായ അവസ്ഥ കണ്ട്, ആ മയ്യത്ത് കണ്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവരും കരയുകയായിരുന്നു. വീടിന്റെ ദയനീയമായ അവസ്ഥ ഇന്നും പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് ഉസ്താദിന്റെ വീട് പോയാൽ നമുക്ക് കാണാൻ കഴിയും. ഭൗതികയായിരുന്നു അജണ്ടയെങ്കിൽ, ദുനിയാവായിരുന്നു അജണ്ടയെങ്കിൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇടിഞ്ഞുപൊളി വീടാറായ ഒരു വീട്ടിൽ താമസിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ നാട്ടിലെ എന്റെ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ ഭാരവാഹിയായ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന എന്റെ നാട്ടിലെ മദ്രസയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കാൻ പോയ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. മഹാനായ ഉസ്താദ് അവരുടെ ആ മദ്രസാ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കും പോവുകയാണ്. മലപ്പുറത്ത് കാളമ്പാടിയിലാണ് ഉസ്താദിന്റെ വീടുള്ളത്. ഉസ്താദായി 10-20 വർഷക്കാലത്ത് ബന്ധമുണ്ടെങ്കിൽ ഉസ്താദ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആദ്യമാണ് ഞാൻ പോകുന്നത് കാളമ്പാടിയിലെ ആ കോട്ടുമല കോംപ്ലക്സിൽ ചേർന്ന് നിൽക്കുന്ന കാളമ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ കാറ് നിർത്തുകയാണ്. ഒരു കാറിൽ കയറാവുന്ന ആളുകൾ ഒരു 6-7 പേരാണ് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നത്. കാറ് റോഡ് സൈഡിൽ നിർത്തി. ഞങ്ങൾ തൊട്ടടുത്തുള്ള പെട്ടിക്കടക്കാരനോട് ചോദിച്ചു, കാളമ്പാടി ഉസ്താദിന്റെ വീട് എവിടെയാണ്? പെട്ടിക്കടക്കാരൻ പറഞ്ഞു, ഈ ഇടവഴിയിലൂടെ പോകണം. ഇത്തിരി ഇടവഴിയിലൂടെ പോയ ഒരു കറുങ്ങിന്റെ തോട്ടത്തിലെത്തും. ആ കഴുങ്ങിൻ തോട്ടത്തിൽ കൂടെ അങ്ങ് പോയാൽ ഉസ്താദിന്റെ വീട്ടിലേക്കാണ് എത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാറിൽ ഉള്ള 6-7 ആളുകൾ ആ വീട്ടിലേക്ക് നിങ്ങൾ പോവുകയാണ്. രണ്ടാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ കഴിയാത്ത ഇടുങ്ങിയ ഇടവഴി. ആ ഇടവഴിയിലൂടെ നടന്നിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഇടപെടി കഴിഞ്ഞ് അങ്ങ് കവിന്തോട്ടത്തിന് നേരെ ഉസ്താദിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സലാം പറയുമ്പോൾ ഉസ്താദിന്റെ കോലായിൽ ഒരു പഴയ മരക്കസേരയിലേക്ക് ഇന്ന് ഞാനത് ഓർക്കുകയാണ്. ഇന്നും എന്റെ മനസ്സിലത് ഓടി വരികയാണ്. ഒരു പഴയ മരക്കസേരയിൽ ഉസ്താദ് ഒരു കള്ളിത്തുണിയെടുത്ത് ഒരു മുണ്ട് പതിച്ചിരിക്കുന്നു. ഞങ്ങൾ നേരെ ചെന്ന് സലാം പറഞ്ഞു. ഉസ്താദ് ഞങ്ങൾ സ്വീകരിച്ചു, ഇരിക്കാൻ നോക്കുമ്പോൾ ആ കോലായിൽ ആ വരാന്തയിൽ ഞങ്ങൾക്ക് 7 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. ഞങ്ങൾക്ക് 7 പേർക്ക് ഒളിച്ചിരിക്കാനുള്ള സൗകര്യമില്ല. ഉസ്താദ് അകത്ത് പോയി ഒരു മരപ്പടവ് എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടു. ഞങ്ങളെല്ലാവരും നിന്നു. ഉസ്താദ് അകത്ത് പോയി ഒരു തണ്ണിപ്പിഞ്ഞാണത്തിൽ കട്ടൻ ചായ കൊണ്ടുവന്നു. അവിടെ സർവന്റില്ല, അവിടെ സേവനമില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ആ വീടിന്റെ അവസ്ഥ കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുപോയി. ആരാധ്യ സംസ്ഥാന ജംഇയ്യത്തുലമ എന്ന കേരളീയ ഉമ്മത്തിന്റെ സിംഹഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരച്ചു നിൽക്കുന്ന ആദരണീയനായ കാളമ്പാടി ഉസ്താദ് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ അദ്ദേഹത്തിന്റെ വീടിന്റെ ധനീയമായ അവസ്ഥ കണ്ടപ്പോ അന്ന് കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മയ്യത്ത് ജനാസ കാണാൻ വേണ്ടി കാളമ്പാടിയിലേക്ക് വീട്ടിലേക്ക് വന്ന ആ ആളുകളെ ഓരോരുത്തരുടെ കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടാണ് അവർ പുറത്തോട്ട് വന്നതെങ്കിൽ അവിടെയാണ് ആത്മീയതയുള്ളത്. മറുഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവരുടെ പൊലിമയായി പറയാറുള്ളത് അവരുടെ ഭൗതിക ലോകത്തെ മെച്ചത്തെക്കുറിച്ചുകൊണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആത്മീയതയാണ് സമസ്തയുടെ അജണ്ട. അതുകൊണ്ടാണ് ആത്മീയമായി നേരിടുന്ന ഏത് വിഷയമുണ്ടായാലും സമസ്ത അവിടെ തിരിക്കും, അവിടെ സമസ്തയുണ്ടാകും.
ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനോ ഫ്ളാറ്റും വില്ലകളും ഉണ്ടാക്കാനോ എഡ്യൂസിറ്റികൾ ഉണ്ടാക്കാനോ എഡ്യൂസിറ്റി ഉണ്ടാക്കി അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കലോ സമസ്തയുടെ അജണ്ടയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒന്നിച്ച് ചാടിക്കളിക്കാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നു. കോഴിക്കോട് ഉണ്ടാക്കാൻ പോകുന്ന എഡ്യൂസിറ്റിയുടെ ഭാഗമായിക്കൊണ്ട് അവർ ഇന്ന് പുറത്തിറക്കിയ അവരുടെ സപ്ലിമെന്റിൽ അവിടെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുക. എന്താ ഉള്ളത്? സ്വിമ്മിംഗ് പൂൾ. ആണിനും പെണ്ണിനും ഒന്നിച്ച് കുളിക്കാൻ സൗകര്യമുള്ള സ്വിമ്മിംഗ് പൂൾ. പിന്നെ എന്താ ഉള്ളത്? തിരുമ്മൽ കേന്ദ്രം. തിരുമ്മിയിരിക്കാൻ സുന്ദരമായ സൗകര്യങ്ങളോട് കൂടിയ വലിയൊരു സംവിധാനങ്ങൾ, സ്റ്റാർ ഹോട്ടലുകൾ, ഇവയൊക്കെ ഒരു മതത്തിന്റെ ഭാഗമായിക്കൊണ്ട് കാർഷികയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉറപ്പില്ലാതെ സമൂഹത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കുന്ന ഈ വിഭാഗം, അതൊക്കെയാണ് മതത്തിന്റെ ഭാഗം. ഇന്നത്തെ ആ സപ്ലിമെന്റ് മാത്രം ഞങ്ങൾ ആ സ്റ്റേജിൽ പരിശോധിക്കുക. ആ സപ്ലിമെന്റ് മാത്രം കണ്ടാൽ മതി. അതിൽ പറയുന്ന മുഴുവൻ കച്ചവടത്തെക്കുറിച്ചാണ്, ബിസിനസിനെക്കുറിച്ചാണ്, ദുനിയാവിനെക്കുറിച്ചാണ്, നഗരത്തെക്കുറിച്ചാണ്. നരകത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും അതിലില്ല. നഗരത്തെക്കുറിച്ച്, വലിയ നഗരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. സമസ്തയുടെ ജമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും അജണ്ടയിൽ പ്രാധാന്യം കൊടുക്കാറില്ല. സമസ്ത ആത്മീയതയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് നേരുന്ന ഏതേത് പ്രശ്നങ്ങൾ വന്നാലും അത് ആത്മീയമാണോ, സമസ്ത അതിന് മുമ്പിൽ നിന്നുകൊണ്ട് അതിനെതിരെ പൊരുതിയിട്ടുണ്ട്. അത് തന്നെയാണ് വിവാഹപ്രായത്തിലുണ്ടായത്. ഇപ്പോ വിവാഹപ്രായത്തിൽ ഇയാളുടെ കാഴ്ചപ്പാടെന്താ? അയാൾ പറഞ്ഞത് ഇന്ന് രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയാണ്. കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒന്നിച്ചുകൊണ്ട് വിവാഹപ്രായ പരിധി നീക്കണമെന്നാവശ്യപ്പെട്ടപ്പോ കാന്തപുരം അബൂബക്കർ
ഞാനിതാ ഒരു കാര്യം മുമ്പിലേക്ക് വെക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ശൈത്യത്തിൽ തൊട്ടുകളിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്ന ഒരു നിയമമുണ്ടാക്കണം. എന്തിനു വേണ്ടിയാ? സുപ്രീം കോടതിയാണ് ജഡ്ജ്മെന്റ് നടത്തിയത്. അതിനെ മറികടക്കണമെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? ആ സുപ്രീം കോടതിക്ക് നിയമമുണ്ടാക്കി കൊടുക്കുന്ന പാർലമെന്റിൽ നിയമം വരണം, ശരീഅത്തിൽ കൈവെക്കലാണ്. നദ്വി സാഹിബ് അധ്യക്ഷ വേദിയിൽ വെച്ചുകൊണ്ട് ഈ കാര്യം നിർദ്ദേശിച്ചു. എന്നിട്ട് നദ്വി സാഹിബ് പറഞ്ഞു, നമ്മൾ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരണം. പാർലമെന്റിൽ ലോക്സഭയിൽ എത്രയാണ് ആളുകളുള്ള എംപിമാര്? 540 എംപിമാരാണ് മൊത്തമുള്ളത്. ആ വർഷം നമ്മുടെ പാർലമെന്റിൽ, നിയമനിർമ്മാണ സഭയായ പാർലമെന്റിൽ 540 എംപിമാരാണ് ലോക്സഭയിലുള്ളത്. ആ ലോക്സഭയിൽ ആകെ കൂടി മുസ്ലിങ്ങൾ, എല്ലാ പാർട്ടിയിലും പെട്ട മുസ്ലിങ്ങളെ കൂട്ടിയാൽ തന്നെ 35 പേരാണ് ആ പാർലമെന്റിലുള്ളത്. നദ്വി സാഹിബ് പറഞ്ഞു, നമുക്ക് പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരാം. എല്ലാവരും സദസ്സിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നദ്വി സാഹിബിനോട് പറഞ്ഞത്രേ, നദ്വി സാഹിബ് അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നമ്മുടെ പാർലമെന്റിൽ 540 എംപിമാരുണ്ട്. ഈ 540 എംപിമാരിൽ കേവലം 35 പേര് മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ഒരു നിയമം, മുസ്ലിങ്ങളുടെ ഒരു നിയമം പാസ്സാകണമെങ്കിൽ, പാർലമെന്റിൽ ഒരു നിയമം പാസ്സാകണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം. എങ്ങനെ നമ്മൾ ഈ നിയമം പാസ്സാക്കിയെടുക്കുന്നത്? നദ്വി സാഹിബിനോട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച നദ്വി സാഹിബിനോട് സദസ്സിൽ നിന്നുകൊണ്ട് ചോദ്യം ഉയരുകയാണ്. അപ്പോഴാണ് നദ്വി സാഹിബ് വീണ്ടും സദസ്സിലേക്ക് ചൂണ്ടിയിട്ട്, ആ യോഗത്തിന്റെ മുമ്പിലിരുന്ന 2 കസേരയിലുള്ള 2 മെലിഞ്ഞ മനുഷ്യന്മാരുണ്ടായിരുന്നു. പൈജാമയും കുത്തയും ധരിച്ച 2 മെലിഞ്ഞ മനുഷ്യന്മാർ. ആ 2 മെലിഞ്ഞ മനുഷ്യന്മാരോട് കൂടിയിട്ട് നദ്വി സാഹിബ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരൂ. അവർ 2 പേരും എഴുന്നേറ്റു. നദ്വി സാഹിബിനോട് ചോദിച്ചു, നദ്വി സാഹിബ് അങ്ങ് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അങ്ങ് പൊട്ടത്തരമാണ് ഈ പറയുന്നത്? ഇന്ത്യ രാജ്യത്തിന്റെ 540 എംപികളുള്ള ലോക്സഭയിൽ ഞങ്ങൾ 2 പേർ ബില്ല് കൊണ്ടുവന്നു വെച്ചാൽ എന്താണ് ആ ബില്ല് പാസ്സാക്കിയെടുക്കാൻ കഴിയുമോ? അങ്ങ് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് എന്ന് സദസ്സിൽ നിൽക്കുന്ന 2 മെലിഞ്ഞ മനുഷ്യന്മാർ. ആരായിരുന്നു അത്? ഒന്ന് മെഹബൂബ മില്ലത്ത് ഇബ്രാഹിം സുലൈമാൻ സൂത്ത് സാഹിബായിരുന്നു. ഒന്ന് മഹാനായ മർഹൂം ജീവൻ ബനാത്തുവാല സാഹിബായിരുന്നു. 2 പേരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നദ്വി സാഹിബിനോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ നദ്വി സാഹിബ്, എങ്ങനെയാണ് 540 ലോക്സഭയിൽ എംപിമാരുള്ളയിടത്ത് ഞങ്ങൾക്ക് 2 പേർക്ക് എങ്ങനെ ബില്ല് പാസാക്കിയെടുക്കാൻ കഴിയും എന്ന് ചോദിച്ചപ്പോ മഹാനായ നദ്വി സാഹിബ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ പണ്ഡിതൻ അവിടെ കൊടുത്തൊരു മറുപടിയുണ്ട്. നദ്വി സാഹിബ് പറഞ്ഞു, നിങ്ങളെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ചൊരു രാജ്യ പ്രദേശം ഇന്ത്യ രാജ്യത്തുണ്ട്. നിങ്ങളെ പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് പറഞ്ഞയച്ച ഒരു പ്രദേശം ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ അറ്റത്തുണ്ടല്ലോ. ആ തെക്കേ അറ്റത്തുന്ന കേരളമാകുന്ന സംസ്ഥാനത്തെ മുസ്ലിം ഉമ്മത്തിനെ ആദ്യം വിളിച്ചുണർത്തണം. അവരോട് കാര്യം പറയണം, അവരെ കാര്യം ബോധ്യപ്പെടുത്തണം. ശരീഅത്ത് എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. മറ്റ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ പോയാൽ അവിടെ മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. അവിടെ പണ്ഡിത നേതൃത്വമുണ്ട്, പണ്ഡിത സഭയുണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ സംസ്ഥാനങ്ങൾ പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരെ നേരെ വന്നല്ലോ. എങ്ങോട്ടാ വന്നത്? നദ്വി സാഹിബ് എന്ന് പറയുമ്പോൾ മോശക്കാരനല്ല, ലോകമാൻ അറിയപ്പെട്ട പ്രഗത്ഭനായ പണ്ഡിതൻ, വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ. 1999 മുതൽ UAE ഗവൺമെന്റ് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. ദ ബെസ്റ്റ് ഇസ്ലാമിക് പേഴ്സണാലിറ്റി ഇൻ വേൾഡ്. ലോകത്തെ അതിപ്രശസ്തനായ ഒരു വ്യക്തിക്ക് ഓരോ കൊല്ലവും റമളാനിൽ UAE ഗവൺമെന്റ്, UAEയിലെ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരി കോടിക്കണക്കിന് രൂപയുടെ ഡോളർ അവാർഡായി കൊടുക്കാറുണ്ട്. എല്ലാ കൊല്ലം കൊടുക്കാറുണ്ട്. 1999 മുതലാണ് ഇത് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു. നമ്മളെ ഇവിടെ കൊടുക്കുന്ന 10 ലക്ഷമോ 20 ലക്ഷമോ ഒന്നുമല്ല, കോടിക്കണക്കിന് ഉറുപ്പികയുടെ ഡോളർ. ലോകം ഉറ്റുനോക്കുകയാണ്, ആരാണ് ഈ അവാർഡ് ആദ്യമായി ഏറ്റുവാങ്ങുന്നത്? ആരാണ് ഈ അവാർഡ് ആദ്യമായി ലോകത്ത് ഏറ്റുവാങ്ങാൻ പോകുന്നത്? അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന UAE ഭരണാധികാരി പത്രക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ആ അവാർഡിന് സെലക്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യ രാജ്യത്ത് പ്രഗത്ഭനായ പണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബിനെയാണ്. എന്താ ചെയ്തത്? UAE ഗവൺമെന്റ് ഒരു വിമാനം ഇങ്ങയച്ചു. എങ്ങോട്ട്? ഡൽഹിയിലേക്ക്. ആരെ കൊണ്ടുപോകാൻ? ആ വിമാനത്തിൽ ഒരേ ഒരു യാത്രക്കാരനെ കൊണ്ടുപോകാൻ വേണ്ടി UAE ഗവൺമെന്റ് ഒരു വിമാനം അയച്ചു ഡൽഹിയിലേക്ക്. ആ വിമാനം വന്നു നദ്വി സാഹിബിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഏക യാത്രക്കാരനുമായി ആ വിമാനം തിരിച്ചുപോയി. റമളാനിലാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആ അവാർഡ് ദാന വേദി ഒരു പ്രൗഢമായ ഒരു വലിയ ഓഡിറ്റോറിയത്തിലായിരുന്നു നടന്നത്. ആ സമയത്ത് ഈ വിനീതൻ ദുബൈയിലുള്ള സമയമാണ്.
ഒരു സന്ദർശനത്തിന് പോയ സമയമാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വിനീതനും ആ ഓഡിറ്റോറിയത്തിലേക്ക് കടക്കാനുള്ള പാസ് ലഭിച്ചു. കേരളത്തിൽ നിന്നുകൊണ്ട് 3 ആൾക്ക് അവസരം ലഭിച്ചപ്പോ ഈ വിനീതനും അവസരം ലഭിച്ചു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്. ആ സ്റ്റേജിൽ ഒറ്റ കസേര, സദസ്സിലോ രാജാക്കന്മാർ, മന്ത്രിമാർ, ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യത്തെ മന്ത്രിമാർ അണിനിരുന്ന പ്രൗഢമായ സദസ്സ്, സ്റ്റേജിൽ ഒരു കസേര ആർക്ക് വേണ്ടിയാ നീക്കിവെച്ചതെന്നറിയോ? ഈ അവാർഡ് ജേതാവിന് വേണ്ടി ഒഴിച്ചിട്ടതാണ്. ഷെയ്ഖ് മുഹമ്മദ് പോലും മുമ്പിലെ കസേരയിലാണ് ഇരിക്കുന്നത്. നദ്വി സാഹിബ് എന്ന് പറയുന്ന പണ്ഡിതൻ അത് ഡോർ തുറന്നുകൊണ്ട് കടന്നു വരുന്നു. ഈ പറഞ്ഞ പൗരപ്രമുഖർക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് മുത്തുന്നു. ലോക ആദ്യത്തെ അവാർഡ് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച അബുൽ ഹസൻ അലി നദ്വി സാഹിബ് എന്താ പറഞ്ഞത്? ആ 2 മെലിഞ്ഞ മനുഷ്യന്മാരോട് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേയറ്റത്തൊരു പ്രദേശമില്ലേ നിങ്ങളെ പാർലമെന്റിലേക്ക് പറഞ്ഞയച്ച പ്രദേശം? അവിടുത്തെ മുസ്ലിങ്ങൾ ശരീഅത്തിനെ കുറിച്ച് പഠിച്ചവരാണ്. അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. ശരീഅത്ത് നിയമങ്ങളുടെ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത അവരെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ടതില്ല. അവർ പണ്ഡിത നേതൃത്വമുള്ളവരാണ്. ഒരു പണ്ഡിത സഭയുടെ കീഴിൽ അണിനിരുന്നവരാണ് അവരും ഒട്ടുകാൽപ്പരും. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ജിഹാദിന്റെ ആദ്യത്തെ ശബ്ദം അവിടെ വെച്ച് മുടക്കാമെന്ന് പറഞ്ഞിട്ട് അബുൽ ഹസൻ അലി നദ്വി സാഹിബും സേട്ട് സാഹിബും ബനാത്തുവാല സാഹിബും നേരെ വരികയാണ്. എങ്ങോട്ടാ വന്നത്? ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ പണ്ഡിതന്മാർ വന്നു. നേരെ വന്നു കോഴിക്കോട് വന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയായ കോഴിക്കോട് മുതലക്കുളം വയലാനിൽ വന്നുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ സമരത്തിന് നമ്മൾ തുടക്കം കുറിച്ചു. ആരാ നേതൃത്വം കൊടുത്തത്? മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ. നേരെ അവർ പോയത് ഷെയ്ഖുനയുടെ മുമ്പിലേക്ക്. ആ ശംസുൽ ഉലമയുടെ മുമ്പിൽ ചെന്നു. ഷെയ്ഖുന ശംസുൽ ഉലമയുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, സയ്യിദ് സാഹിബും മനാത്ത് വാല സാഹിബും നദ്വി സാഹിബും പറഞ്ഞു, പ്രിയപ്പെട്ട ശംസുൽ ഉലമ, അങ്ങേ കൊണ്ടുപിടിക്കണം. ഇതൊരു പോരാട്ടമാണ്. നമ്മുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള മൗലികമായ നമ്മുടെ അവകാശം സ്ഥാപിച്ചു കിട്ടാനുള്ള ഈ പോരാട്ടത്തിന്റെ ജിഹാദിന്റെ മുമ്പിൽ അങ്ങ് നിൽക്കണം. ഷെയ്ഖുന ശംസുൽ ഉലമ പിടിച്ചു മുമ്പിൽ നിന്നു. ആയിരങ്ങൾ ഒരുമിച്ചുകൂടി. പ്രതിഷേധത്തിന്റെ ജ്വാലകൾ ഉയർന്നു. കേരളത്തിലെ ഓരോ പ്രദേശത്തും, കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും മംഗലാപുരത്തുമൊക്കെ വലിയ സമ്മേളനം നടന്നു. ശരീഅത്ത് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ സമ്മേളനങ്ങൾ. എന്ത് സംഭവിച്ചു? ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷവും മുൻപും ഇന്നുവരെ ഉണ്ടാവാത്ത വിധത്തിൽ പുനരുവോളം രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്റ് ചേർന്നു. എന്തിനു വേണ്ടി? ശരീഅത്ത് സംരക്ഷിക്കാൻ വേണ്ടി. ശരീഅത്ത് സംരക്ഷിക്കാനുള്ള നിയമം പാസാക്കിയെടുക്കാൻ വേണ്ടി നേരെ പുനരുവോളം പാർലമെന്റ് ചേർന്ന് ശരീഅത്ത് സംരക്ഷിക്കാനുള്ള നിയമം പാസാക്കിയെടുക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ചവരാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ. അതുകൊണ്ടാണ് സമസ്ത ജംഇയ്യത്തുൽ ഉലമ അക്കാര്യത്തിൽ വലിയ ബേജാറുണ്ട്. ഇത് ശരീഅത്തിലാണ് കഴിച്ചിരിക്കുന്നത്. വിവാഹപ്രായം എന്ന് പറയുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തേ ഇത്ര നമ്മൾ ബേജാറെന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. ചില പത്രക്കാർ, ചാനലുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ചില നിരീശ്വരവാദികൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാർ? നമുക്ക് ബേജാറുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ അജണ്ട ശരീഅത്താണ്. നമ്മുടെ അജണ്ട പരലോകമാണ്. ഇന്ത്യ രാജ്യത്തെ ശരീഅത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മൗലികമായ അവകാശം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിലെ 25, 29 വകുപ്പുകൾ നമുക്ക് നൽകുന്നുണ്ട്. ആ അവകാശമുള്ള കാലത്തോളം, അതോടൊപ്പം 1937 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമം ഇന്നും രാജ്യത്തിന്റെ നിയമമാണ്. ഈ 2 നിയമങ്ങളുള്ള കാലഘട്ടത്തോളം ശരീഅത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നമുക്ക് അനുവദിച്ചു തന്നേ പറ്റൂ. അതാരുടെയും ഔദാര്യമല്ല. ആ ഔദാര്യം നമുക്ക്, ആ അവകാശം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്ദർഭികമായി പറയട്ടെ. സേട്ട് സാഹിബിനെ നമ്മൾ ഇപ്പോഴാണ് ഓർക്കുന്നത്. മഹാനായ മർഹൂം ബനാത്തുവാല സാഹിബിനെ നമ്മൾ ഇപ്പോഴാണ്. അവരെങ്ങാനും ഉണ്ടായിരുന്നുവെങ്കിൽ 2006 പാർലമെന്റിൽ ശരീഅത്തിന് വിരുദ്ധമായ നിയമം പാസ്സാകുമായിരുന്നില്ല. മഹാനായ സേട്ട് സാഹിബും ബനാത്തുവാല സാഹിബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകം സന്തോഷപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. സമുദായത്തിന് വേണ്ടി ധീരമായി പൊരുതിയ ആ 2 നേതൃത്വത്തെക്കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. അവരെങ്ങാനും ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 2006 പരിശുദ്ധ ശരീഅത്തിന്റെ കടക്കൽ കത്തിവെച്ച ശിശുവിവാഹ നിരോധന നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പാകുമായിരുന്നില്ല. അവരുടെ അസാന്നിധ്യം നമ്മളിപ്പോൾ ഓർക്കുകയാണ്. എന്താണ് ഈ നിയമത്തിലുള്ളത്? ഈ നിയമത്തിൽ 18 വയസ്സാകണം പെൺകുട്ടികളെ കെട്ടിക്കാൻ. ആൺകുട്ടികളെ കെട്ടിക്കണമെങ്കിൽ 21 വയസ്സാകണം. 2006 ഇന്ത്യ രാജ്യത്ത് ഈ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. ശിശുവിവാഹ നിരോധന നിയമം എന്നാ പേര്. 18 വയസ്സായ പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റൂ. അതിനു മുമ്പ് കെട്ടിച്ചാൽ എന്താ സംഭവിക്കുക? ഇപ്പം നമ്മുടെ പല പ്രദേശങ്ങളിലും പോലീസ് വന്നുകൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ 18 വയസ്സായില്ല എന്ന് നമ്മുടെ നാടുകളിലുള്ള അംഗൻവാടി ടീച്ചർമാർക്കാണ് ഇതിന്റെ ചുമതല.
18 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഈ അംഗൻവാടി ടീച്ചർമാർ ശിശു ക്ഷേമ വകുപ്പിൽ അത് പരാതി കൊടുത്താൽ പോലീസ് വന്നുകൊണ്ട് ഇന്ന് നടക്കേണ്ട കല്യാണപ്പരയിൽ വന്ന് പന്തൽ പോലും പൊളിച്ച അവസ്ഥ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ഉണ്ടായി. ഉഗ്രപുരം എന്ന് പറയുന്ന സ്ഥലത്ത് 4 ചെറുപ്പക്കാർ ഇപ്പൊ കോടതിയിലേക്ക് നിറങ്ങുകയാണ്. 18 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചു എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പറഞ്ഞ താല്പര്യം എന്ന് പറയുന്നത് 18 വയസ്സിന് മുമ്പ് എല്ലാവർക്കും കല്യാണം പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം എന്നൊരു വാശിയൊന്നും നമുക്കില്ല. എന്നാൽ അനിവാര്യ സാഹചര്യത്തിൽ ചില അനിവാര്യമായ സാഹചര്യങ്ങൾ, ആ സാഹചര്യം വരുന്ന സമയത്ത് ആ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാരും തരേണ്ട ഔദാര്യമല്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിലെ 25, 29 വകുപ്പുകളും 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടും നിലവിലുള്ള രാജ്യത്ത് അത് നമ്മുടെ അവകാശമാണ്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒരു കല്ലിളക്കി, നമ്മളാരും അറിഞ്ഞില്ല. 2006 ഈ നിയമം കൊണ്ടുവന്നപ്പോ ഒരു വലിയ ചുമരിൽ നിന്നുകൊണ്ട് ഒരു കല്ലിളക്കിയാ പിന്നെ എന്താണെന്നറിയോ? ബാക്കി ബാക്കി കല്ലിളക്കാം. ഇത് എവിടേക്കാ എത്തുക? ഏക സിവിൽ കോഡിലേക്ക്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഇവിടുത്തെ BJP-ക്കാരൻ അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ആവശ്യമാണ് ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരേ നിയമം എല്ലാവർക്കും. ഇപ്പൊ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇപ്പോ പൊല്യൂഷൻ, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ ഭൂമി മലിനീകരണം, വെള്ളം മലിനീകരണം ഒക്കെ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ രാജ്യം ഒരു നിയമം പാസാക്കാൻ കരുതു. അതായത് മരിച്ചാൽ മയ്യത്ത് മറവ് ചെയ്യാൻ പാടില്ല, ചുടണമെന്ന് പറഞ്ഞാൽ, ദഹിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മയ്യത്തും കൊണ്ടുപോയി ദഹിപ്പിക്കപ്പെടേണ്ട സ്ഥിതിശേഷം ഉണ്ടാവും. പഠിച്ച തമ്മിൽ കാത്തുരക്ഷിക്കപ്പെടാവട്ടെ. മയ്യത്ത് കൊണ്ടുപോയി ദഹിപ്പിക്കേണ്ട അവസ്ഥ. ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഒരേ നിയമമല്ലാവട്ടെ. അപ്പൊ നമ്മുടെ രാജ്യം അനുവദിച്ചു തന്ന അവകാശത്തിലാണ് കൈകടത്തിയത്. ഇത് നമ്മുടെ ആളുകൾക്ക് 18 വയസ്സിന് കല്യാണം കഴിക്കാൻ വേണ്ടി എന്ന വാദം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാദം 18 വയസ്സിന് മുമ്പ് എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിക്കണം എന്നല്ല. അനിവാര്യ സാഹചര്യത്തിൽ നമുക്കറിയാം, പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ട ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ മഹലുകളിലുണ്ട്, എന്റെ മഹലുകളിലുണ്ട്, നമ്മുടെ മഹലുകളിലുണ്ട്. ഒറ്റപ്പെട്ടതെങ്കിലും പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ ബന്ധങ്ങൾ. ഇതിനെ എതിർക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്താ വലിയ ബേജാറ്? നിങ്ങൾക്ക് മാത്രം എന്താ വലിയ ബേജാറ്? അങ്ങനെ പ്രേമബന്ധമുണ്ടെങ്കിൽ അത് 18 വയസ്സുവരെ തുടർന്ന് പോയിക്കോട്ടെ. 15 വയസ്സിൽ +2 പഠിക്കുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി 15ാമത്തെ വയസ്സിൽ ലൗവിൽ പ്രേമത്തിലകപ്പെട്ടാൽ പിന്നെ 2 കൊല്ലോ 18 വരെ അങ്ങനെ പോയിക്കോട്ടെ എന്നാണ് ഇവർ ചോദിക്കുന്നത്. ചെറിയ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ചോട്ടാ നേതാക്കന്മാർ അത്ര ചില ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങൾ ബരാത്ത് വാലി സേഠ് സാഹിബിനെ അവിടെയാണ് നമ്മൾ ഓർക്കുന്നത്. ശരീഅത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സേഠ് സാഹിബിനെയും ബരാത്ത് വാലിയും നമ്മൾ അവിടെ ഓർക്കുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള 1-2 ചെറുപ്പക്കാരും അങ്ങനെ ചോദിച്ചു. നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള ചെറുപ്പക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർവീകമായ ബന്ധം, വൈവാഹിക ബന്ധത്തിന് മുമ്പെയുള്ള ബന്ധം ഇസ്ലാം കടുത്ത പാഠമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മതക്കാർ പോലെ അല്ല നമ്മളുള്ളത്. ഇത്തരം പ്രേമബന്ധങ്ങൾ ഒരു നിമിഷം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് ഹലാലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആവശ്യം ഉന്നയിക്കുന്നത്. 18 മുമ്പ് എല്ലാ കുട്ടികളെയും കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊരാവശ്യമൊന്നും നമുക്കില്ല. പിന്നെ ഇപ്പോ ഇതാണോ വലിയ വിഷയം? ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും ഒക്കെ പറഞ്ഞാൽ തോന്നുന്നത് ലോകം ഇന്ത്യ നേരിടുന്ന ഏറ്റവും ഗുരുതര പ്രശ്നം എന്ന് പറയുന്നത് 18 വയസ്സിന് മുമ്പുള്ള കല്യാണമാണ്. ഇതിനേക്കാൾ കണ്ണീര് കുടിക്കുന്ന സ്ത്രീകളുടെ കണ്ണീര് കുടിപ്പിക്കാന്ന വാദം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് മദ്യമെന്ന മഹാവിപത്തിൽപ്പെട്ടുകൊണ്ട് കണ്ണീര് കുടിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതാർക്കും പ്രശ്നമല്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർക്ക് പ്രശ്നമല്ല. ഈ പറഞ്ഞ സാംസ്കാരിക സംഘടനകൾക്ക് പ്രശ്നമല്ല. ഈ പറഞ്ഞ ബുദ്ധിജീവികൾക്ക് പ്രശ്നമല്ല. ഇപ്പൊ ചില ബുദ്ധിജീവികളുണ്ട് നമ്മുടെ സ്റ്റേജുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിന്റെ പേരില്ല ഈ ബുദ്ധിജീവികൾ പ്രത്യക്ഷപ്പെടാറില്ല. എന്താ പേര്? അവർ പേര് കണ്ടാൽ നമ്മൾ തിരിച്ചറിയൂല. MN കാരശ്ശേരി. MN കാരശ്ശേരി എന്താ അറിയാം? മൊയ്തീൻകുട്ടി നടുക്കണ്ടി കാരശ്ശേരി. മൊയ്തീൻകുട്ടി നടുക്കണ്ടി കാരശ്ശേരി. ചാനലുകൾ വന്നിട്ട് ശരീഅത്തിന് 4 ചീത്ത പറഞ്ഞാലേ അവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. പത്രങ്ങളിൽ വന്നിട്ട് ശരീഅത്തിന് 4 ചീത്ത പറയണം, 4 മത്സരം നടത്തണം, എന്നാൽ സർട്ടിഫിക്കറ്റ് ആവും എന്ന് കരുതുന്ന ആളുകൾ എന്നിട്ട് ഇവരുടെ പേര് പോലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി MN കാരശ്ശേരി, മൊയ്തീൻകുട്ടി നടുക്കണ്ടി കാരശ്ശേരി എന്നാണ്. ഇവരൊക്കെ ഇസ്ലാമിക ബോധം എത്രത്തോളം ഇസ്ലാമിന്റെ പേരില്ല. ഞാൻ ഓർത്തു പോവുക, ഈ വിവാഹപ്രായ വിഷയം ഉണ്ടായപ്പോ ഒരു 3-4 ചാനലുകളിൽ ന്യൂസ് അവറിൽ ഞാനും അദ്ദേഹം പലപ്പോഴും ഏറ്റുമുട്ടേണ്ടി വന്നു. ന്യൂസ് അവറുകളിൽ ഏറ്റുമുട്ടേണ്ടി വന്നു. അങ്ങനെ ആദ്യത്തെ ഒരു ദിവസം
മലയാള മനോരമയിലെ ന്യൂസ് അവറിൽ 9 മണിക്കുള്ള ന്യൂസ് അവറിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഞാനും അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് ആ ന്യൂസ് അവറിൽ ഏറ്റുമുട്ടി. എന്റെ സംസാരത്തിനിടയിൽ ഞാൻ അദ്ദേഹത്തെ കാരശ്ശേരി സാഹിബ് എന്ന് പറഞ്ഞു. കാരശ്ശേരി സാഹിബ് എന്ന് പറഞ്ഞുപോയി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ബന്ധുവും എഴുത്തുമായ ഒരാളോട് അദ്ദേഹം പറഞ്ഞയച്ചു, സാഹിബ് എന്ന് മാഷോട് പറയരുത് എന്ന് പറയണം. കാരശ്ശേരി സാഹിബ് എന്ന് പറയരുതെന്ന് ഒന്നുകിൽ ശ്രീ കാരശ്ശേരി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ കാരശ്ശേരി മാഷ് എന്ന് പറഞ്ഞോ. എന്താ താല്പര്യം? ഒരു മുസ്ലിമാണ് എന്ന് അറിയുന്നത് പോലും സാഹിബ് എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്ന് തോന്നിപ്പോകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകൾ ഇവർ വന്നിട്ട് ആ സ്റ്റേജിൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചും ശരീഅത്തിനെ കുറിച്ചും പറയുന്നത്. അതോടൊപ്പം നമ്മുടെ PC ജോർജ് ഉൾപ്പെടെ വരെ നമ്മൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു ഗുരുതര പ്രതിസന്ധിയാണല്ലോ ഈ PC ജോർജ് എന്ന് പറഞ്ഞ സാധനം. അദ്ദേഹം വരെ കടന്നു വന്നിട്ട് നമ്മുടെ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും സംഘടനകളെയും വളരെ മോശമായ വിധത്തിൽ വളരെ ആക്ഷേപിക്കുകയുണ്ടായി. സത്യത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ 18 മുമ്പ് എല്ലാ കുട്ടികളും കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്ന് കൂടെ നമ്മൾ തീരുമാനിച്ചത്. അതേസമയം അനിവാര്യ സാഹചര്യത്തിൽ അവസരം ഉണ്ടാകണം. എന്നാൽ ഇതിനേക്കാളുപരി കണ്ണീര് വിളിക്കുന്ന സംഭവങ്ങൾ ധാരാളം വേറെയുണ്ട്. പക്ഷേ ഇപ്പറഞ്ഞ സാംസ്കാരിക നായകന്മാർ അത് കാണുന്നില്ല, ഇപ്പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ അത് കാണുന്നില്ല. ഇസ്ലാമിക ശരീഅത്തിനെതിരെ ഈ വിവാഹപ്രായ വിഷയത്തിൽ ഏറ്റവും മോശമായി മുസ്ലിം സംഘടനകൾ ആക്ഷേപിച്ച സദാവ് പിണറായിയുടെ പാർട്ടി ഈ മദ്യമെന്ന് പറയുന്ന ഈ മഹാവിപത്തിനെ കുറിച്ച് ഒന്ന് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് തൊഴിലാളി യൂണിയനുണ്ട്, ചെത്തു തൊഴിലാളി യൂണിയൻ, അതുപോലെ തന്നെ മദ്യഷാപ്പ് ഉടമ യൂണിയനുണ്ട്. ഇതിന്റെയൊക്കെ പിൻബലത്തിൽ കോടികൾ ലക്ഷങ്ങൾ വരിസംഖ്യ വാങ്ങുന്ന ആളുകളായി പറഞ്ഞ ആളുകൾ ഇവർ വന്നിട്ടാ പറയുന്നത് ഈ മുസ്ലിം പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നു. എന്നാലോ മദ്യം എന്ന മഹാവിപത്ത് കൊണ്ട് അറിയുമോ നിങ്ങൾക്ക്? 2 ആഴ്ച മുമ്പ് മലയാള മനോരമയിൽ ഒരു കണക്ക് വന്നു, കള്ളിനെ കുറിച്ച് ഒരു കണക്ക്. എന്താണെന്നറിയാം? 334 ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളാണ് കേരളത്തിലത്. 334 ഔട്ട്ലെറ്റുകൾ. എന്തായി ബീവറേജ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫോറിൻ കള്ള്, വിദേശ മദ്യം. അതെങ്ങനെയാ? അങ്ങാടിയിൽ ആ സാധനം ഉണ്ടാകും, ഒളിച്ചിരുന്നൊന്നും വാങ്ങണ്ട. അവിടെ നമുക്ക് കാണാൻ ചില അങ്ങാടിയിൽ എന്തുമാത്രം അച്ചടക്കത്തോടുള്ള ക്യൂ നമ്മളവിടെ കാണാറുള്ളത്. 334 ഔട്ട്ലെറ്റുകളുണ്ട് വിദേശ മദ്യഷാപ്പ്. അതിന്റെ മുമ്പിൽ ഒരു ദിവസം ക്യൂ നിൽക്കുന്ന ആളുടെ എണ്ണം എത്ര അറിയോ? ഒരു ദിവസം കള്ള് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന 334 ബീവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിന് മുമ്പിൽ കള്ള് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ 9.5 ലക്ഷം ആളുകൾ കേരളത്തിൽ ക്യൂ നിൽക്കുക. അവരുടെ പ്രധാന ജോലി എന്താ? എല്ലാ ദിവസവും കള്ളുഷാപ്പിന്റെ മുമ്പ് പോയി ഈ ബീവറേജ് കോർപ്പറേഷന്റെ 334 ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ പോയി ക്യൂ നിൽക്കുക. അതോട് തീർന്നില്ല. പിന്നെ 742 ബാറുണ്ട്. ബാർ എന്ന് പറഞ്ഞാൽ നല്ല പൈസ ഉള്ളവന് സുഖമായി ഇരുന്ന് കുടിക്കാനുള്ള സംവിധാനം. 742 ബാറ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇതിനൊക്കെ പുറമെ നാടൻ കള്ളുഷാപ്പ്, നമ്മുടെ കഞ്ഞിവെള്ളം പോലെയുള്ള സാധനം, ഒരു ഗ്ലാസിന് 8 രൂപ 10 രൂപ കിട്ടുന്ന നാടൻ കള്ളുഷാപ്പ്. ഈ പറഞ്ഞ കള്ളുഷാപ്പുകളിലൊക്കെ കൂടി കേരളത്തിലെ 5% ജനങ്ങൾ മദ്യത്തിന് അടിമകളാണ് ആ കണക്ക്. 5% ജനങ്ങൾ മദ്യത്തിന് അടിമകളായി പോയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ 5% കുടുംബം പൂർണ്ണമായും കണ്ണീര് കുടിക്കുന്നു. എത്രയെത്ര കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടായി, എത്രയെത്ര പെൺകുട്ടികൾക്ക് പ്രശ്നമുണ്ടായി. ബലാത്സംഗവും കൊലപാതകവും ഒക്കെ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ വില്ലൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മദ്യമാ. പക്ഷെ ഇതിനാർക്കും പരാതിയില്ല, ഇതിനൊരാൾക്കും പരാതിയില്ല. ഇപ്പറഞ്ഞ പിണറായിക്ക് പരാതിയില്ല, ഇപ്പറഞ്ഞ PC ജോർജിന് പരാതിയില്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഫിറോസുമാർക്കോ അല്ലെങ്കിൽ അഷ്റഫ് മാലിമാർക്കോ ഇതിന് പരാതിയില്ല. കള്ളുകുടിക്കുന്ന കള്ളിന്റെ പേരിൽ 1000 വിലപ്പെട്ട കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ആർക്കും പ്രശ്നമില്ല. ഇതാണ് ഒരു വലിയ വിഷയം എന്ന് നിലക്കാവുന്നത്. ഇപ്പൊ അറിയാം നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 980 നമ്മളൊക്കെ ഗൗരവത്തോടുകൂടി കാണേണ്ട നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയിലേക്ക് മാരകമായ കള്ളെന്ന വിപത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. 980 കണക്ക് പ്രകാരം കള്ള് കുടിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ പ്രായം എന്ന് ശരാശരി പ്രായം എന്ന് പറയുന്നത് 19 19 വയസ്സാ ആവറേജ് കള്ളു കുടിച്ചു തുടങ്ങുന്നതിന്റെ പ്രായം. എന്നാൽ അത് 990 ആയപ്പോ 17 വയസ്സായി ചുരുങ്ങി. ഇനി 2013 ഇക്കൊല്ലത്തെ കണക്ക് പ്രകാരം 14 വയസ്സിൽ നമ്മുടെ കുട്ടികൾ മദ്യപാനം തുടങ്ങുന്നു എന്ന കണക്ക്. 14 വയസ്സ്. നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട്, 21 വയസ്സ് പൂർത്തിയാകാത്തവർക്ക് കള്ളു കൊടുക്കാൻ പാടില്ല എന്നാ. 21 വയസ്സ് പൂർത്തിയാകാത്തവർക്ക് കള്ള് കൊടുക്കാൻ പാടില്ല. അങ്ങനെ കള്ള് കൊടുത്താൽ അത് കടുത്ത ശിക്ഷയായി നിയമത്തിൽ എഴുതി വെച്ച നമ്മുടെ രാജ്യത്ത് ഈ കള്ള് കുടിച്ചു തുടങ്ങുന്ന കുട്ടികളുടെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് 14 വയസ്സാണ് എന്ന് കണക്ക് പറയുമ്പോ
ഇതാർക്കും കാണാനുള്ള കണ്ണില്ല, ഇതാർക്കും കേൾക്കാനുള്ള കാതില്ലാതെ പോകുന്നു. ഇസ്ലാമിക ശരീഅത്താണ് വലിയ വിഷയമെന്ന ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചോ 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിക്കണമെന്ന ഒരു നിർബന്ധവും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അനിവാര്യ സാഹചര്യത്തിൽ അത് നടക്കണം. പിന്നെ ഇതിൽ മറ്റൊരു വശമുണ്ട്. ആരാണ് ഈ 18 വയസ്സ് നിശ്ചയിച്ചത്? ആരാണ് ഈ 21 വയസ്സ് നിശ്ചയിച്ചത്? ഈ 21ഉം 18 വയസ്സ് നിശ്ചയിച്ചതിന്റെ യുക്തി എന്താ? ഇത് നമ്മൾ ചാനലിൽ ചോദിക്കാൻ നമുക്ക് അവസരം തരൂല. അപ്പോഴേക്ക് മൈക്ക് പോകും. ഈ 18 ആരാ ഉണ്ടാക്കിയത്? 21 ആരാ ഉണ്ടാക്കിയത്? ആരാണ് ഈ നിയമം ഉണ്ടാക്കിയത്? ലോകരാജ്യങ്ങളിൽ 200 ചില്ലാനം വരുന്ന ലോകത്തെ രാജ്യങ്ങളിൽ കേവലം 13 രാജ്യത്ത് മാത്രമാണ് 18, 21 വയസ്സ് നിശ്ചയിച്ചത്. 13 രാജ്യത്ത് 200 ചില്ലാനം രാജ്യങ്ങളിൽ കേവലം 13 രാജ്യത്താണ് 18ഉം 21 വയസ്സ് നിശ്ചയിച്ചത്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ എത്ര വയസ്സെന്നറിയോ? ഈ ആക്ഷേപിക്കുന്ന ആള് ഇവിടെ ഈ ഓരോ രാജ്യത്തെയും ഞാൻ പറയുന്നില്ല, ഓരോ രാജ്യത്തെയും കണക്ക് നമ്മൾ പഠിച്ച്. ഇപ്പോ ആഫ്രിക്ക രാജ്യം അങ്കോള, അവിടെ 15 വയസ്സ് മതി ആൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ, പെൺകുട്ടിക്കും 15 വയസ്സാണ്. കെനിയ 16 ആൺകുട്ടിക്ക്, 16 പെൺകുട്ടിക്ക്. സുഡാൻ പ്രായപൂർത്തി എത്തിയാൽ മതി, പ്യൂബർട്ടി എത്തിയാൽ മതി, പ്യൂബർട്ടി എത്തിയാൽ പെൺകുട്ടിയെ കല്യാണം, ആൺകുട്ടിയും കല്യാണം കഴിക്കാം. അതുപോലെ ടാൻസാനിയ 18, 15 വയസ്സ്. ഏഷ്യൻ രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ 18 ആൺകുട്ടിക്കും 16 പെൺകുട്ടിക്കാണ്. അതുപോലെ തന്നെ ബ്രൂണയില് ഏജ് എന്നല്ല, പ്രായം തന്നെ പറയുന്നില്ല, ഏത് പ്രായത്തിലും കല്യാണം കഴിക്കാം. ജോർജിയ 18 ആൺകുട്ടിക്ക് 16 പെൺകുട്ടിക്ക്. ഹോങ്കോങ് 21 ആൺകുട്ടിക്ക് 16 പെൺകുട്ടിക്ക്. ഇന്തോനേഷ്യ 19 ആൺകുട്ടിക്ക് 16 പെൺകുട്ടിക്ക്. ഇസ്രായേൽ എന്ന് പറയുമ്പോ നമ്മളവിടെ PC ജോർജിന്റെ രാജ്യം, നമ്മൾ ആക്ഷേപിച്ച PC ജോർജിന്റെ രാജ്യം, അവിടെ 18 വയസ്സ് ആൺകുട്ടിയും 17 വയസ്സ് പെൺകുട്ടിക്കാണ്. ജപ്പാൻ 20 വയസ്സ് ആൺകുട്ടിക്ക്, പെൺകുട്ടിക്ക് 16 വയസ്സ്. നേപ്പാള് ലോകത്തെ ഏക ഹിന്ദു രാജ്യ. നമ്മൾ ആക്ഷേപിക്കാൻ മുന്നിൽ നിന്ന ഒരാളാണ് BJPയുടെ നേതാവ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രന്റെ രാജ്യത്തെ വയസ്സ് എത്രയെന്നറിയോ? 18 ആൺകുട്ടിക്ക്, 16 പെൺകുട്ടിക്ക്. അതുപോലെ തന്നെ റഷ്യ, നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച പിണറായി വിജയന്റെ നാടാണിത്. അവിടെ ആൺകുട്ടിക്ക് 18, പെൺകുട്ടിക്ക് 16. ചൈന, അവരുടെ കമ്മ്യൂണിസ്റ്റ് ചൈന, ആ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ വിവാഹം കഴിക്കണമെങ്കിൽ പ്രായം 18 വയസ്സ് പുരുഷന്, 16 വയസ്സ് പെൺകുട്ടിക്ക്. ഇനി യൂറോപ്യൻ രാജ്യം, നമ്മളെക്കാൾ പുരോഗമിച്ച രാജ്യങ്ങളാണ് ഇതൊക്കെ. അവിടെ അൽബേനിയയിൽ 18ഉം 16ഉം, അർമീനിയ 18ഉം 17ഉം, ഓസ്ട്രിയ 18ഉം 16ഉം, ബൾഗേറിയ 18ഉം 16ഉം, ഡെൻമാർക്ക് 18ഉം 15ഉം, എസ്റ്റോണിയ 18ഉം 15ഉം, ജോർജിയ 18ഉം 15ഉം, ജർമ്മനി 18ഉം 17ഉം, ഗ്രീസ് 18ഉം 17ഉം, ഹംഗറി 18ഉം 16ഉം, ഇറ്റലി 18ഉം 16ഉം, ലിത്വാനിയ 18ഉം 15ഉം, നോർവേ 18ഉം 16ഉം, പോളണ്ട് 18ഉം 16ഉം, പോർച്ചുഗൽ 18ഉം 16ഉം, റൊമാനിയ 18ഉം 16ഉം, റഷ്യ 18ഉം 16ഉം, സെർബിയ 18ഉം 16ഉം, അങ്ങനെ സ്ലോവാക്യ എല്ലാം 18ഉം 16ഉം. സ്വീഡൻ 15 വയസ്സ് മതി പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ. ഇംഗ്ലണ്ടിൽ, നമ്മുടെ രാജ്യം പണ്ട് ഭരിച്ച ആളുകളാണ്, ലോകത്തെ വലിയ ശക്തിയാ. ആ ഇംഗ്ലണ്ടിൽ വിവാഹപ്രായം എന്ന് പറയുന്നത് പുരുഷന് 18ഉം പെൺകുട്ടിക്ക് 16ഉം. സ്കോട്ട്ലൻഡിൽ 16 വയസ്സായാൽ മതി രണ്ടു കൂട്ടർക്കും, ആണിനും പെണ്ണിനും 16 വയസ്സായ കല്യാണം കഴിക്കുക. അയർലൻഡിൽ 18ഉം 16ഉമാണ്. അമേരിക്ക, ലോകത്തെ വലിയ പോലീസല്ലോ, അവരുടെ വയസ്സ് പ്രായം. കാനഡയിൽ 15 വയസ്സ് മതി ആൺകുട്ടിക്കും പെൺകുട്ടിക്കും കല്യാണം കഴിക്കാൻ. അതുപോലെ തന്നെ മെക്സിക്കോ 16, 15. സൗത്ത് അമേരിക്കയിൽ വെനിസുലയിൽ 16, 15. ബ്രസീൽ 18, 16. ചിലി 18, 16. കൊളംബിയ 18, 15. പരാഗ്വേ 18, 16, 14. ചില രാജ്യത്ത് 13 വയസ്സിലും കല്യാണം കഴിക്കാം. എന്താ? ഗർഭിണിയാണ് എന്ന് തെളിയിച്ചാൽ മതി. ഒരു രാജ്യത്തെ അവസ്ഥ, ബൊളീവിയയിലെ നിയമം അങ്ങനെ ഗർഭിണിയാണെങ്കിൽ 13ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാം, ഗർഭിണിയല്ലേ 14ാമത്തെ വയസ്സിൽ. നോക്കൂ നിങ്ങൾ, ലോകത്തെ മിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യമാണ്, 200 ചില്ലാനും 300ഓളം രാജ്യമുള്ള ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളിലാണ് 18ഉം 16ഉം വയസ്സുള്ളത്. ഇത് നമ്മൾ പറഞ്ഞാൽ വലിയൊരു ആക്ഷേപമാണ്. നമ്മുടെ കോടതി വിധികൾ, ഒരുപാട് കോടതി വിധികൾ അനുകൂലമായിട്ടുണ്ട്. നമ്മുടെ വാദത്തിന് അനുകൂലമായി ഒരുപാട് കോടതി വിധിയുണ്ട്. ഞാൻ ആ ഭാഗത്ത് വിശദമായി വരുന്നില്ല, സമയപരിമിതി കൊണ്ട്. ബഹുമാൻ എന്റെ സുഹൃത്ത് മുടി സംബന്ധമായ വിശദമായ ക്ലിപ്പിംഗ്സ് അതിലൂടെ സംസാരിക്കാണ്. ഞാൻ ആ ഭാഗത്ത് ദീർഘമായി വരുന്നത്. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കേണ്ട അവകാശത്തിലാണ് കൈവച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ജിഹാദിന് ഒരുങ്ങേണ്ട സാഹചര്യമാണുള്ളത്, ഒരു പോരാട്ടത്തിന് ഒരുങ്ങേണ്ട സാഹചര്യമാണുള്ളത്. രാജ്യം അനുവദിച്ചു തന്ന നിയമത്തിന്റെ കടക്കലാണ് ഇവിടെ കത്തിവെച്ചിട്ടുള്ളത്. ഇതിനൊരു യുക്തിയുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരാണിനും പെണ്ണിനും ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള പ്രായം 16. ഒരാണിനും പെണ്ണിനും നമ്മുടെ രാജ്യത്ത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ രാജ്യം അനുവദിച്ച പ്രായം 16. ആ 16ന് മുമ്പ് ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റാണ്, കുറ്റമാണ്. എന്നാൽ
ആ അനധികൃതമായ ലൈംഗിക ബന്ധത്തിനുള്ള അനുമതിയുടെ പ്രായം 16 രാജ്യത്ത് അത് അധികൃതമായി 18 വേണം അല്ലെങ്കിൽ 16 വേണമെന്ന് പറയുന്നതിന് വിവരക്കേടും അതുപോലെ തന്നെ പരിഷ്കാരമില്ലാത്തതും എന്നൊക്കെ ആക്ഷേപിക്കുന്ന ആളുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇതൊരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ഒരു കല്ല് ഇളക്കിയിട്ടുണ്ട്, ഒരു കല്ല് നമ്മൾ ആരും അറിയാതെ ഇളക്കിപ്പോയിട്ടുണ്ട്. ഇനി ബാക്കി കല്ല് ഇളക്കാൻ സുഖമാണ്. അതുകൊണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. സമസ്ത ജംഇയ്യത്തുൽ ഉലമ അതുകൊണ്ടാണ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രക്ഷോഭത്തെ കുറിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം ഉണ്ടാകുന്നത് മാത്രമാണ് അത് സംബന്ധിച്ചുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് നഷ്ടപ്പെട്ടു പോയാൽ, ഈ ശരീരത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടു പോയാൽ ഈ ഉമ്മത്തിന്റെ അസ്തിത്വമാണ് തകരാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ പോരാട്ടത്തിൽ സമസ്ത നിൽക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. നമ്മുടെ സ്കൂളിന്റെ പഠനത്തിനെതിരല്ല, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ പോകുന്നതിന്, പെൺകുട്ടികളെ പഠിക്കുന്നതിനെതിരാണ് മൊല്ലാക്കമാര്, മുസ്ലിയാമാര്, ഈ പറഞ്ഞ പണ്ഡിതന്മാര്, മുസ്ലിം സംഘടനകളെന്ന് ആക്ഷേപിക്കുന്നുണ്ട്. സമസ്തയെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ആരും പറയണ്ട. സമസ്തയെക്കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ആരും പറയണ്ട. അറിയുമോ നിങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ, 2003 മെയ് 1 ഇറങ്ങിയ കേരളത്തിലെ ഭരണത്തിലെ മുഴുവൻ പത്രങ്ങളിലും 2 വാർത്തയുണ്ടായിരുന്നു. 2 വാർത്ത, പ്രധാനപ്പെട്ട 2 വാർത്ത. 2003 മെയ് 3 ഇറങ്ങിയ കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും 2 വാർത്ത ഉണ്ടായിരുന്നു. ഏതാ 2 വാർത്ത എന്നറിയുമോ? ഒന്ന്, മാറാട് നടന്ന കൂട്ടക്കൊല, 8 വിലപ്പെട്ട ജീവനുകൾ കൊല ചെയ്യപ്പെട്ട മാറാട് കൂട്ടക്കൊലയുടെ വാർത്തയായിരുന്നു 2003 മെയ് 3 ഇറങ്ങിയ പത്രങ്ങളിലെ ലീഡ് ന്യൂസിൽ. അതിന്റെ തൊട്ടു താഴെ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു, നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത. മുകളിലുള്ളത് വലിയ ലീഡ് ന്യൂസ്, വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതിന്റെ തൊട്ടു താഴെയുള്ള ന്യൂസ് നമ്മളെ സന്തോഷിപ്പിക്കുന്നത്. എന്തായിരുന്നു അത്? ആ 2 വാർത്ത, ആ രണ്ടാമത്തെ വാർത്തയിൽ 2 ചെറുപ്പക്കാരുടെ ഫോട്ടോ, 2 ചെറുപ്പക്കാരുടെ കളർ ഫോട്ടോ എല്ലാ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ വന്നു. ആരാണ് ആ 2 ചെറുപ്പക്കാർ? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണനിർവഹണ മേഖലയിലെ എക്സിക്യൂട്ടീവിന്റെ മേഖലയിലെ അത്യുന്നത പദവിയായ IAS നേടിയ 2 മുസ്ലിം ചെറുപ്പക്കാരുടെ ഫോട്ടോയായിരുന്നു 2003 മെയ് 3 മാറാട് കലാപത്തിന്റെ വാർത്തയ്ക്ക് തൊട്ടുതാഴെയായിക്കൊണ്ട് രണ്ടാമത്തെ ലീഡ് ന്യൂസായി എല്ലാ പത്രങ്ങളിലും വന്നത് 2 ചെറുപ്പക്കാർ. ആരാണ് ആ 2 ചെറുപ്പക്കാർ? ഒന്ന് ജാഫർ എന്ന് പറയുന്ന, ഞങ്ങളുടെ നാട്ടുകാരനായ ജാഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, കൊടുവള്ളിക്കാരനായ ജാഫർ. 2 നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോടിക്കടുത്ത കിഴിശ്ശേരിയിലെ അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. 2 പേരുടെയും മനോഹരമായ ഫോട്ടോ. എന്നിട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണനിർവഹണ മേഖലയിലെ എക്സിക്യൂട്ടീവിന്റെ മേഖലയിലെ അത്യുന്നത പദവിയായ IAS ഈ 2 ചെറുപ്പക്കാർ കേരളത്തിലെ ചരിത്രത്തിൽ 25 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ ഇതാ കേരളത്തിന് അഭിമാനമായി 2 മുസ്ലിം ചെറുപ്പക്കാർ IAS എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് പത്രങ്ങൾ രണ്ടാമത്തെ ലീഡ് ന്യൂസായി കൊടുത്തത്. അങ്ങനെ പിറ്റേ ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമുണ്ട് നമ്മുടെ പ്രമുഖമായ പത്രം ചന്ദ്രികാ ദിനപത്രത്തിൽ ഒരു ലേഖനം വരുന്നു. ഈ 2 ചെറുപ്പക്കാരുടെ ഫോട്ടോ ആ ലേഖനത്തിന്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ടുണ്ട്. ആരാണ് ലേഖനം എഴുതിയത്? ചന്ദ്രികയുടെ അന്നത്തെ പത്രാധിപരായിരുന്ന മർഹൂം റഹീം മേച്ചേരിയാണ് ആ ലേഖനം എഴുതിയത്. റഹീം മേച്ചേരി ലേഖനം. ആ ലേഖനത്തിൽ ഈ 2 ചെറുപ്പക്കാരുടെ ഫോട്ടോ കൊടുത്തു. എന്നിട്ട് ശരി എഴുതി, ലോകമേ അറിയുക, 2 ചെറുപ്പക്കാരിത IASന്റെ പദവിയിലെത്തിയിരിക്കുന്നു. ആരാ IASകാരൻ? കളക്ടറാവാൻ യോഗ്യതയുള്ളവൻ, രാജ്യം ഭരിക്കുന്ന കളക്ടറാവാൻ യോഗ്യതയുള്ള ചെറുപ്പക്കാർ ഇതാ കേരളത്തിൽ നിന്നൂടെ IAS നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രശംസിച്ചിട്ട് അവസാനമായി റഹീം മേച്ചേരി എന്ന് പറയുന്ന സുന്നിയല്ലാത്ത മുജാഹിദ് പക്ഷപാതിയായ റഹീം മേച്ചേരി എഴുതുന്നു. അവസാനമായി അദ്ദേഹം എഴുതുന്നു, മാലോകരെ അറിയണം, ലോകമേ അറിയണം, ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നത പദവിയായ IASലേക്ക് ഈ 2 ചെറുപ്പക്കാരെ കൈപിടിച്ചു കൊണ്ടുപോയ ആരാണെന്ന് അറിയുമോ? യാഥാസ്ഥിതികരെന്ന് നീട്ടി വിളിക്കുന്ന, വിദ്യാഭ്യാസത്തിന് എതിര് നിൽക്കുന്നവരെ ആക്ഷേപിക്കുന്ന കേരളത്തിലെ സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF ആണ് ഈ 2 കുട്ടികൾക്ക് IAS വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കൈപിടിച്ചുകൊണ്ട് IASന്റെ പദവിയിലേക്ക് ആ ചെറുപ്പക്കാരെ കൊണ്ടുപോയത്. ലോകമേ അറിയണമെന്ന് റഹീം മേച്ചേരി ലേഖനം എഴുതിയപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. ആരാണ് ആ ചെറുപ്പക്കാർക്ക് IAS വാങ്ങിക്കൊടുത്തത്? ജാഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കർണാടകയിലെ
ഒരു ജില്ലയുടെ ജില്ലാ കലക്ടറാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇന്ന് നാഗാലാൻഡിലെ ഒരു ജില്ലയിലെ കലക്ടർ പദവി വഹിക്കുന്ന ചെറുപ്പക്കാരൻ ഈ രണ്ട് ചെറുപ്പക്കാരെയും IAS എന്ന് പറയുന്ന ഉന്നത പദവിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത് ഈ കൊടിയുള്ള സമസ്ത ജംഇയ്യത്തുലമായെന്ന പണ്ഡിത സഭയുടെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് പറയുന്ന SKSS എന്ന് പറയുന്ന സംഘടനയായിരുന്നു. റഹീമേച്ചിരി പറഞ്ഞപ്പോ ഈ ലോകം അറിഞ്ഞത്. ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ, മതവിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം എതിര് നിൽക്കുന്നവർ, പെൺകുട്ടികളെ നേരത്തെ കല്യാണം കഴിച്ചു കൊടുത്തയക്കുന്ന ആളുകളെന്ന് ആക്ഷേപിക്കുന്ന ആളുകൾ ഓർക്കണം. പോകണം പട്ടിക്കാട് ജാമിഅ നൂറിയ കോളേജിൽ. അവിടെ പോകുമ്പോ ആ ജാമിഅ നൂറിയ അറബി കോളേജിന്റെ എഞ്ചിനീയറിംഗ് കോളേജുണ്ട് മേലാറ്റൂരിൽ. ആ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ 10 എഞ്ചിനീയറിംഗ് കോളേജ്, മെച്ചപ്പെട്ട 10 എഞ്ചിനീയറിംഗ് കോളേജ് എണ്ണിയാൽ 1000 വരും യോഗ്യതയുള്ള ഏറ്റവും മികച്ച അക്കാദമിക് നിലവാരമുള്ള കേരളത്തിലെ ഏറ്റവും അതിപ്രശസ്തമായ പട്ടിക്കാട് ജാമിഅ നൂറിയ അറബി കോളേജിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് ആരാണത് നടത്തുന്നത്? നീലക്കുപ്പായമിട്ട വെള്ളക്കുപ്പായമിട്ട നനച്ച താടിയുള്ള ആദരണീയനായ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി. ആ കോളേജിൽ നിന്നുകൊണ്ട് ഇറങ്ങി വരുന്ന മൗലാന കോമല ബാബു മുസ്ലിയാരെ നമുക്ക് കാണാൻ കഴിയും. ആരാണത് നടത്തുന്നത്? മഹാന കൂട്ടുമല ബാബു മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായ സ്ഥാപനം, സ്ഥാനത്തിരിക്കുന്ന ആ സ്ഥാപനം ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള 10 എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അറിയുമോ? അവിടെ നമ്മൾ വൈകുന്നേരം വിടുമ്പോ ഒന്ന് നമ്മൾ പുറത്തു നിൽക്കണം. പതിയിട്ട നിശ്ചയിട്ട പെൺകുട്ടികൾ ഒന്നല്ല 10 100 പർദ്ദയും മംസ്തയും ഇട്ട് ഇസ്ലാമിക വേഷത്തിൽ, പൂർണ്ണമായ ഇസ്ലാമിക വേഷത്തിൽ എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ട് ക്ലാസ് വിട്ടുകൊണ്ട് വരുന്ന പെൺകുട്ടികൾ. നയന മനോഹരമായ അഭിമാനാർഹമായ ഒരു കാഴ്ച നമുക്ക് കാണാം. പട്ടിക്കാട് ജാമിഅ നൂറിയ അറബി കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജ്. ആരാത് നടത്തുന്നത്? ഈ താടിയുള്ള ആളുകൾ, ഈ തലകെട്ട് കിട്ടിയ ആളുകൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അറിയുമോ? ഇക്കഴിഞ്ഞ മാസം നമ്മുടെ കേരളത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു പത്രമുണ്ട്, ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രം. അതിന്റെ ഒരു ഫോട്ടോസാറ്റ് കോപ്പിയാണിത്. ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന ഈ പത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രധാനപ്പെട്ട ഒരു വാർത്ത: സമസ്ത ട്രെയിൻ സ്റ്റുഡൻസ് ഫോർ IAS. സമസ്ത ട്രെയിൻ സ്റ്റുഡൻസ് ഫോർ IAS. എന്നിട്ട് ആ കുട്ടികൾക്ക് എന്താണ് IASന് സമസ്ത ഇതാ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ് സമസ്ത. എത്ര കുട്ടികളാണെന്നറിയോ? 300 കുട്ടികൾക്ക് IAS പഠിക്കാൻ വേണ്ടി സമസ്ത ട്രെയിനിങ് നടത്തും. ആരാ ട്രെയിനിങ് കൊടുക്കുന്നത്? മുഹമ്മദ് അലി ശിഹാബ് എന്ന് പറയുന്ന IASകാരൻ. ആരാ മുഹമ്മദ് അലി ശിഹാബ്? സമസ്ത ജംഇയ്യത്തുലമയുടെ കീഴിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പ്രശസ്തമായ മുക്കം യതീംഖാനയിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അലി ശിഹാബ് പറയുന്ന IAS. ഇദ്ദേഹം നാഗാലാൻഡ് കാഡറിലുള്ള IAS ഓഫീസറാണ്. ഈ IAS ഓഫീസർ ഇക്കഴിഞ്ഞ മാസം ഡെക്കാൻ ക്രോണിക്കിൾ പുറത്തുവിട്ട വാർത്തയാണ്. 300 കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുകയാണ്. എന്നിവരുടെ ലക്ഷ്യം ഡോക്ടറാവലല്ല, എഞ്ചിനീയർ ആവലല്ല, ഇന്ത്യ രാജ്യത്തിന്റെ പരമോന്നത ഭരണ നിർവഹണ മേഖലയിലെ എക്സിക്യൂട്ടീവിന്റെ പദവിയായ IASന് വേണ്ടി പഠിക്കുക. വായിക്കണം. എന്നിട്ട് അതിൽ തന്നെ പറയുന്നു, ഇതിൽ 100 ചില്ലാനം കുട്ടികൾ, പകുതിയിലധികം കുട്ടികൾ പെൺകുട്ടികളാണ്. ഈ IASന് പഠിക്കുന്ന പെൺകുട്ടികൾ, ഈ 300 150ഓളം കുട്ടികൾ IASന് പഠിക്കുന്ന കുട്ടികൾ മുസ്ലിം പെൺകുട്ടികളാണ്. സമസ്തയുടെ കീഴിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വരുമ്പോ ഇങ്ങനെ ഇത് പൊതുവിദ്യാഭ്യാസത്തിൽ ഉണ്ടാക്കുന്ന കൂട്ടര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കഴിഞ്ഞ് സൂചിപ്പിക്കുന്നത് ശരീഅത്ത് സംരക്ഷിക്കാൻ നമ്മുടെ അടിസ്ഥാനപരമായ ബാധ്യതയാണ്. അത് പഴഞ്ചനല്ല, അത് അപരിഷ്കൃതമല്ല. ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ അവസരം ഇവിടെ നട്ടാൽ യുഗത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കും. യാതൊരു സംശയവും വേണ്ട. പടച്ചതമ്പുരാൻ കാത്തുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, ഇതിന്റെ ഗൗരവം നമ്മൾ കാണണം. ഈ സമരമുഖത്തേക്ക് നമ്മുടെ പങ്കാളിത്തം ഉണ്ടാകണം. അന്ന് സമരം ചെയ്ത് നമ്മൾ കാര്യം നേടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു സമരമുഖത്തേക്ക് നമ്മൾ ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളത്. രാജ്യം അനുവദിക്കുന്ന നിയമം നമുക്ക് അനുവദിച്ച് തന്നേ പറ്റൂ. അതാരുടെയും ഔദാര്യമല്ല. വളരെ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണുമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ കുഞ്ഞാലിക്കുട്ടി ഫൈസി മുടിയന്തർ നാടകങ്ങൾ, അത് ക്ലിപ്പ് സംഘം, ക്ലിപ്പ് പറ്റൂല എന്ന് വിട്ടൊരു മുലിയാർ ഇവിടുന്ന് പ്രസംഗിച്ചതായി കേൾക്കാൻ കഴിയും. ഉദൂഇല സബീലി റബ്ബിക ബിൽ ഹിക്മാന, ഹിക്മത്തിലൂടെ അള്ളാഹിന്റെ ദീനിന്റെ ദാവത്ത് നടത്താനാണ് പഠിപ്പിച്ചത്. ആധുനികമായ ടെക്നോളജിയൊക്കെ ഇപ്പൊ നമുക്കറിയാം. നമ്മുടെ നാട്ടില് ഈ ഒരു കൂട്ടരുണ്ട്, ഒരു സംസ്ഥാനക്കാർ. എന്താ അവരുടെ ആനക്കാരുടെ വാദം? മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല, ബാങ്ക് കൊടുക്കാൻ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല. വാദമുള്ള ആളുകളാണ്. പരിഷ്കൃത ലോകത്ത് ആധുനികമായ എന്തൊക്കെ ടെക്നോളജി ഉണ്ടോ
ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുക എന്നുള്ളത് അതാത് കാലഘട്ടത്തിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതിനെ നിരാകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വല്ല താല്പര്യം വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ ചില മുസ്ലിയാമാരൊക്കെ ഉൾഹാൾ വിളിച്ചു കൂട്ടിയാൽ അതൊക്കെ നമ്മൾ അപകടത്തോടുകൂടി തള്ളിക്കളിയുക. നേരെ നമുക്ക് കാര്യം ബോധ്യപ്പെടാനുള്ള അവസരമാണിത്. ഈ ക്ലിപ്പിംഗ് വെച്ചുകൊണ്ട് ബഹുമാന്യൻ എന്റെ സഹോദരൻ കുഞ്ഞാലൂബൈ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏറെ പെരുമാറാവട്ടെ. റബ്ബുൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദുആ നമ്മുടെ വേദിയിൽ കഴിയുന്നു. സുഹൃത്തേ